നമസ്കാരം. എല്ലാവർക്കും ശാലിക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശുക്രൻ തെളിഞ്ഞു നിൽക്കുകയും അതുമൂലം ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന പ്രവചനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ തെളിയുകയും നിലവിലെ ദുരിതകാലങ്ങളും പൂർണ്ണമായും അകന്ന് മാറുകയും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ മികച്ച സമയമാണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. ഈ സമയം മികച്ച രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ഇവിടെ പറയുന്ന ഓരോ നക്ഷത്ര ജാതകൻ്റെയും ജീവിതത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയും ഉന്നതികളുമാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മൾ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെല്ലാ ആഗ്രഹങ്ങളും ഇതുമൂലം നടന്നു കിട്ടുന്നതായിരിക്കും. ഇത് തന്നെയും സർവ്വ സൗഭാഗ്യത്തോടു കൂടിയും ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തലവര തന്നെ മാറി മറിയുന്ന പല സംഭവങ്ങളും ഇനിയുള്ള ദിനങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഏത് തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രമാണ്. കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും മറന്ന് ഇവർക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച്, അതായത് കുടുംബ ഐക്യതയോടു കൂടി പ്രവർത്തിച്ചു കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും ധനാഭിവൃദ്ധി കണ്ടെത്തുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ ഉറപ്പായും നിങ്ങൾ കുടുംബസമേതം പോയി ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ കാലയളവ് കൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളിനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും പോകുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടവും കൂടിയാണിത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്നൊരു വലിയൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അകലുന്നതായിരിക്കും. ചില വ്യക്തികളുണ്ട് കാർത്തിക നക്ഷത്രക്കാരായിട്ട് ജനിച്ചിട്ടുള്ള കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങളാൽ ചുറ്റിപ്പറ്റി കിടക്കുന്നവരും. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രതിസന്ധിയും പ്രയാസത്തെയും വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും. സമ്പൂർണ്ണ വിജയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകരിനെ കൊണ്ട് സഞ്ചരിക്കുവാൻ പോകുന്നത്. അടുത്ത് മകയിരം നക്ഷത്ര ജാതകരാണ്. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ തലവര മാറുന്ന നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ് മകയിരം നക്ഷത്ര ജാതകർ. ഇവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് മുമ്പിൽ തെളിയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സകലവിധമായ ദുരിതങ്ങളും മാനസിക ക്ലേശങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടൊഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വലിയ കേസുകളിലോ വഴക്കുകളോ ഒക്കെ അകപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത്. പ്രതിസന്ധികളെയൊക്കെ പൂർണ്ണമായും വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യം ജീവിതത്തിൽ തുണയ്ക്കുന്ന നക്ഷത്ര ജാതകരാണ്. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടങ്ങൾ തുറക്കുകയാണ്. നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ധാരാളം ലഭിക്കുന്നൊരു സമയമാണ്. പൂർണ്ണതും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും ഈ കാലയളവ് വളരെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകലുന്നതോടുകൂടി തന്നെ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടുന്നതായിരിക്കും.
വരുമാന മേഖലകൾ വർദ്ധിക്കുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഉറപ്പായും ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു പടിയിലാണ് ഈ നക്ഷത്രക്കാർ നിൽക്കുന്നത്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പൂർണ്ണ ദുരിതങ്ങൾക്കുമുള്ള ഒരു പരിഹാരങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തേടി വരുന്നത്. ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ തൊഴിൽ മേഖല നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുവാനും കഴിയുന്നൊരു സമയമാണ്. നിങ്ങളുടെ സകലവിധമായ പ്രതിസന്ധിയെയും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ സമയം കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തിയൊരു കാലഘട്ടമാണിത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിപ്പോകുന്ന ഒരു സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനും കഴിയുന്ന സമയമാണ്. കുടുംബത്തിലെ ദുരിതങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറും. ആപത്ഘട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചയൊക്കെയാണ് ഈ സമയങ്ങളിൽ നിങ്ങളെ തേടി വരുവാൻ പോകുന്നത്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയം ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈ ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ദുരിതങ്ങൾ പൂർണ്ണമായും അസ്തമിക്കും. ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ്. വ്യാപാര മേഖലകളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടബാധ്യത വീട്ടുവാൻ കഴിയുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. എന്തു തന്നെയാലും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങളും വലിയ മാറ്റങ്ങളുമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നത്. ഉറപ്പായും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിച്ച് ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്തായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. പ്രതിസന്ധിയിൽ നിന്നും ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകരെത്തുന്നത്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വലിയ തോതിലുള്ള പരാജയത്തിൻ്റെ നടുവിലായിരിക്കും നിൽക്കുന്നത്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയും അതിലൂടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുകയും ചെയ്യുന്നൊരു സമയമാണ്. പ്രതീക്ഷയുടെ ഒരു മാസമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഉറപ്പായും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ കൈവരിച്ച് ധനാഭിവൃദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത്. അടുത്ത ചോതി നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും അകന്ന് വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിച്ച് എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ചോതി നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാന മേഖലയിൽ വലിയ വർധനവും വലിയ തോതിലുള്ള സമ്പത്ത് കൈയാളുവാനുമുള്ള ഭാഗ്യയോഗങ്ങളും നിങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന സമയമാണ്. സകലവിധമായ ദുരിതങ്ങൾക്കും അറുതിയുണ്ടായി നിങ്ങൾക്കിനി അങ്ങോട്ട് ധനവരവിൻ്റെ ഒരു സമയമാണ്. നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും നിങ്ങളെക്കൊണ്ട് നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങളുടെ മനസ്സിന് ധൈര്യം വന്നു ചേരുന്ന സമയമൊക്കെയാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും ശരി നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള 11 നക്ഷത്ര ജാതകർക്കും ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. പൂർണ്ണമായും ദുരിതങ്ങൾ മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഐശ്വര്യങ്ങളുമാണ് ഇവരെ ജീവിതത്തിൽ തേടി വരുന്നത്. ഇനി ഇവരെ പിടിച്ചാൽ കിട്ടില്ല. ജീവിതത്തിൽ ഇവർ മുന്നേറുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നതായിരിക്കും.